എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ചറിയുകയും നോക്കി നടത്തുകയും ചെയ്ത 2 ചക്കാലക്കൽ കുടുംബത്തിലെയും എല്ലാ ബന്ധുക്കൾക്കും മറ്റെല്ലാ ബന്ധുമിത്രാദികൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. ഇനി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കും സാംകുട്ടനുമാണ്. നിങ്ങൾക്കെങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ചേട്ടൻ പത്രോ എന്ന് നീട്ടി വിളിക്കുന്ന ഒരു വിളിയാണ് എന്നും എൻ്റെ മനസ്സിലുള്ളത്. ഞങ്ങൾ 2 പേരും ഒത്തിരി വ്യത്യാസമുള്ള സ്വഭാവക്കാരാണെങ്കിലും എന്നും നല്ല സുഹൃത്തുക്കളായിരുന്നു. ചേട്ടൻ എയർഫോഴ്സിൽ പോകുന്നത് വരെ ഞങ്ങൾ ഒരുപാട് തല്ലുപിടിക്കുമായിരുന്നു. സെമിനാരിയിൽ ഞാൻ ഇഷ്ടമില്ലാതെയാണ് നിൽക്കുന്നത് എന്ന് കരുതി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ തിരിച്ചു വന്നാൽ ആരുമില്ലെങ്കിലും ഞാനുണ്ടാകും കൂടെ. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപേ ചേട്ടൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, പലപ്പോഴും മിസ് ചെയ്യാറുണ്ട്. പക്ഷേ സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവം ഇതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ചേട്ടൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുനാൾ മുതലേ ഒരു വിഷമമായിരുന്നു വീട്ടിലൊരു ചേച്ചിയില്ലെന്ന്. ചേട്ടൻ്റെ കല്യാണശേഷം ആ വിഷമവും തീർന്നു. പ്രേമ ചേച്ചി വീട്ടിലേക്ക് കടന്നു വന്നു. എന്നും എനിക്കൊരു മോട്ടിവേഷനായി ചേട്ടൻ്റെ അഭാവത്തിലും ഏതൊരു പ്രതിസന്ധിയിലും ധൈര്യത്തോടെ മുന്നേറാൻ എന്നെ പഠിപ്പിക്കുന്ന ചേച്ചിക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എന്നെ പുത്രതുല്യം സ്നേഹിക്കുന്ന ചേച്ചിയുടെ മാതാപിതാക്കൾക്കും ഹേമ ചേച്ചിക്കും ഒരുപാട് നന്ദി. അച്ചങ്കളെ എന്ന് വിളിച്ച് എന്നും സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും പാഠങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന സാംകുട്ടനും ഒത്തിരി നന്ദി. അവസാനമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായ അപ്പയ്ക്കും അമ്മയ്ക്കുമാണ് നന്ദി പറയേണ്ടത്. ഇന്ന് ഈ തിരുവൾത്താരയിൽ പരിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അപ്പയുടെയും അമ്മയുടെയും പ്രാർത്ഥനകളുടെയും ത്യാഗത്തിൻ്റെയും പരിശുദ്ധ ബലിയുടെയും ജപമാല പ്രാർത്ഥനയുടെയും ഫലമാണ്. ചെറുപ്പത്തിലെ അവർ എനിക്ക് ഈശോയെ കാണിച്ചു തന്നു, വിശ്വാസം പകർന്നു തന്നു, പ്രാർത്ഥനകൾ പഠിപ്പിച്ചു, പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ ആദ്യ കുർബാന സ്വീകരണ ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളിയിൽ കൊണ്ടുപോകുവാൻ അപ്പ ശ്രദ്ധിച്ചിരുന്നു. എന്നും രാവിലെ സ്കൂളിൽ പോകേണ്ട തിരക്കിനിടയിലും ഒരിക്കൽ പോലും പരിശുദ്ധ കുർബാനയ്ക്ക് മുടക്കം വരുത്താതെ ഇരുവരും ശ്രദ്ധിച്ചിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി നേരത്തെ തന്നെ പള്ളിയിൽ പൊതിഞ്ഞുകൊണ്ടുപോയി കുർബാന കഴിഞ്ഞ് പള്ളി പരിസരത്തിരുന്ന് ഞാൻ സോക്സും ഷൂവും ഇടുമ്പോൾ എനിക്ക് ഭക്ഷണം വാരിത്തരുന്ന അമ്മയെ ലൂർദ് പള്ളിക്കാർ ഇന്നും നന്നായി ഓർക്കുന്നുണ്ട്. ഇതിലൂടെയെല്ലാം നിങ്ങളെനിക്ക് ഈശോയെ കാണിച്ചു തരികയായിരുന്നു. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വിധം ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഞങ്ങളെ വിശ്വാസത്തിൽ വളർത്തി. ഞാൻ സെമിനാരിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി എന്നെ വിട്ടുകൊടുത്തു. ചേട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴും ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കാണ്, കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ദൈവഹിതത്തിന് എന്നെ നിങ്ങൾ വിട്ടുകൊടുക്കുകയായിരുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ നന്നായി തോന്നുന്നെങ്കിലും ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും ത്യാഗങ്ങളും കടന്നു വന്ന വഴികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളും എനിക്ക് നന്നായി അറിയാം. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. സ്നേഹം നിറഞ്ഞ അപ്പേ, സ്നേഹം നിറഞ്ഞ അമ്മേ, പകരം നൽകാനായി എൻ്റെ കയ്യിലൊന്നുമില്ല. എന്ത് നൽകിയാലും നിങ്ങളുടെ കരുതലിനും സ്നേഹത്തിനും ഒരിക്കലും അത് പകരമാകുകയുമില്ല. നിങ്ങൾക്ക് നൽകാനുള്ള ഒരു ഉറപ്പ് ഇത് മാത്രമാണ്. ഞാൻ സെമിനാരിയിൽ പ്രവേശിച്ച കാലം മുതൽ അമ്മ എന്നോട് നിരന്തരം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. ഇന്ന് ഞാൻ എൻ്റെ ആദ്യ ബലി അർപ്പിച്ചു. എൻ്റെ മരണം വരെ ഞാൻ അർപ്പിക്കുന്ന ഓരോ ബലിയിലും നിങ്ങൾ 2 പേരും എന്നോട് കൂടെ ഉണ്ടാകും. അപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിച്ചു കൊള്ളട്ടെ.